സൗദി അറേബ്യയിലെ കാലാവസ്ഥക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അവിടെ സൗദി അറേബ്യ എന്നല്ല, മൊത്തം ഗൾഫ് GCC രാഷ്ട്രത്തിൽ മഴ വളരെ കുറച്ചേ കിട്ടുള്ളൂ അല്ലേ. കിട്ടുന്ന സമയത്താണെങ്കിൽ ഒരു മഴ പെയ്താൽ തന്നെ വെള്ളം നിലത്തോട്ട് ലയിച്ചു പോകാത്തതുകൊണ്ട് വെള്ളപ്പൊക്കമായിട്ട് മാറുകയും ചെയ്യും. ദുബായിലൊക്കെ ഒരു മഴ കഴിയുമ്പോഴേക്കും അങ്ങനെ ഫീൽ ചെയ്യല്ലേ. സൗദി അറേബ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓരോ കാലാവസ്ഥ ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ കാറ്റ് വരും. ഇപ്പോൾ തണുപ്പിലേക്ക് വരികയാണെങ്കിൽ ഒരു കാറ്റ് വരും. റിയാദിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ പെട്ടെന്ന് കാലാവസ്ഥ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാറ്റങ്ങ് വന്നു. ഞാൻ എയർപോർട്ടിലാണുള്ളത്. കാറ്റ് വന്ന സമയത്ത് കാറ്റിന് പ്രത്യേകത ഉണ്ട്, ഈ പൊടിക്കാറ്റ് എന്ന് അതിന് പറയാം. അങ്ങനെ ഒരു ദിവസം രാവിലെ ജിദ്ദയിലേക്ക് അവിടെ നിന്ന് എല്ലാ ദിവസവും 30 മിനിറ്റ്സ് ഗ്യാപ്പിൽ ഫ്ലൈറ്റ് ഉണ്ട്. അവിടെ നിന്ന് ബസ്സിൽ പോകുമ്പോഴാണ് സൗദികളൊക്കെ എന്ത് ചെയ്യുന്നത്, ജിദ്ദയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലോട്ട് വരിക. ഇപ്പോൾ രാവിലെ എൻ്റെ ഡ്യൂട്ടി തുടങ്ങുന്നത് 7 മണിക്കാണ്. 8 മണിക്കാണ് ശരിക്കും ഈ കാറ്റ് നമ്മുടെ ഫ്ലൈറ്റിനെ എഫക്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പം ഒരുപാട് ഫ്ലൈറ്റുകളൊക്കെ എന്ത് ചെയ്യേണ്ടി വന്നു, റിയാദിൽ ഇറങ്ങേണ്ട ഫ്ലൈറ്റുകളെ ദമാമിലേക്കും മറ്റ് എയർപോർട്ടിലേക്കും അടുത്തുള്ള എയർപോർട്ടിലേക്ക് മാറ്റേണ്ടി വന്നു. അങ്ങനെ നമ്മുടെ റിയാദ് എയർപോർട്ടിൽ ആളുകൾ ഫുള്ളാവാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അന്ന് ഡൊമസ്റ്റിക്കിൽ 4 പേരാണ് ഫസ്റ്റിലത്തെ കൗണ്ടർ ഹാൻഡിൽ ചെയ്യുന്നത്. കൂടാതെ ഞങ്ങൾക്കൊരു സൂപ്പർവൈസറുണ്ട്. അങ്ങനെ പ്രശ്നമായ സമയത്ത് എന്ത് ചെയ്തു, രണ്ടാമത്തെ ഷിഫ്റ്റിനോടും പെട്ടെന്ന് ജോബിന് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാമത്തെ സൂപ്പർവൈസറും വന്നു. ഒരു സൂപ്പർവൈസർ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹാർഡായിട്ട് സംസാരിക്കുന്ന ആളാണ്. അങ്ങനെ അവിടെ ഭയങ്കര ഒരു കലുഷിത അന്തരീക്ഷമാണ് ഒരു സ്ഥലത്തുള്ളത്. എന്നാൽ വേറൊരു സ്ഥലത്ത് ഇതേപോലത്തെ അടുത്തൊരു സൂപ്പർവൈസർ നിൽക്കുന്നുണ്ട്. ഈ സൂപ്പർവൈസറോടും ആളുകൾ വന്ന് തർക്കിക്കുന്നൊക്കെ ഉണ്ട്. അദ്ദേഹം ഒന്നും കാമായിട്ട് മിണ്ടുന്നൊന്നുമില്ല. അപ്പോൾ അവിടെ എല്ലാവർക്കും ഭയങ്കര ശാന്തത വന്നു. ആ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾക്കാരും കുറച്ച് ആൾക്കാരും കൂടെ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. അവസാനം ഈ 2 സൂപ്പർവൈസർമാരും കണ്ടുമുട്ടുകയാണ്. അപ്പോൾ ഈ സൂപ്പർവൈസർ ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ പോരായിരുന്നു, എന്തിനാണ് ഇത്രത്തോളം ബഹളം ഉണ്ടാക്കിയത്? ഇതിൽ നമുക്ക് വലിയൊരു പാഠമുണ്ട് അല്ലേ. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ മുന്നിലോട്ട് വരാറുണ്ട് പല സമയങ്ങളിലും. നമ്മൾ എങ്ങനെയാണ് ആ പ്രശ്നത്തിനെ ഹാൻഡിൽ ചെയ്യുന്നത്? സൊല്യൂഷൻ നമ്മളെ കയ്യിൽ തന്നെയുള്ള സൊല്യൂഷൻ ആയിരിക്കാം, എങ്കിലും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലുള്ള വ്യത്യാസം കൊണ്ട് പല സമയത്തും നമുക്ക് കസ്റ്റമേഴ്സുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് തൃപ്തിപ്പെടുത്തിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതിന് ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ക്ഷമാപൂർവ്വം എന്ത് ചെയ്യണം, അവരെ കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജേണികളിലും പ്രോബ്ലംസുകൾ വരും, ക്രൈസിസ് സിറ്റുവേഷൻസുകൾ നമുക്ക് വരും. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, വളരെ കാമായിട്ട് ഹാൻഡിൽ ചെയ്യുക. എന്നിട്ട് അവർക്ക് വേണ്ട രീതിയിൽ ആ പ്രോബ്ലത്തിന് നമ്മൾ എന്ത് ചെയ്യുക, സോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏത് പ്രശ്നങ്ങളെയും നമുക്ക് എന്ത് ചെയ്യുക, ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും.